അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോളജിറ്റുകൾക്ക് മറുപടി എന്ന വീഡിയോ പരമ്പരയുടെ അടുത്ത വീഡിയോ ആണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ കേൾക്കുന്നത്. ഈ വീഡിയോയിൽ ഇസ്ലാമിനെതിരായിട്ട് അവർ ഉന്നയിക്കുന്ന മറ്റൊരു വാദം, അഹദ് എന്ന പദത്തെക്കുറിച്ച് ഉന്നയിക്കുന്ന ചില വാദങ്ങളും അതിനുള്ള മറുപടികളുമാണ് നമ്മളിതിൽ കാണുന്നത്. ഇതിൽ പറയാനാണെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമായ ഏകദൈവ വിശ്വാസം, അത് എല്ലാവർക്കും അറിയാം, കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്. ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക. ഈ പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. 2, 3, 4 കാണാൻ ഒരു സാധ്യതയില്ല. അപ്പം അങ്ങനെയുള്ള ആ ഏകനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. മറ്റു സൃഷ്ടികളെയോ മനുഷ്യരെയോ വസ്തുക്കളെയോ ഒന്നും ആരാധിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതാണ് മറ്റുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഘടകവും ഇസ്ലാമിൽ. വളരെ ശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ് മുസ്ലിങ്ങൾ ആചരിക്കുന്നത്, വിശ്വസിക്കുന്നത്. ഖുർആൻ പറയുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് എന്ന് മറ്റ് മതസ്ഥരുടെ ഇടയിൽ ഒരു നല്ല അഭിപ്രായവും ഇസ്ലാമിലോട്ട് കൂടുതൽ ആളുകൾ വരാൻ കാരണമായ മുഖ്യമായ ഘടകങ്ങളിൽ ഈ ഏകദൈവ വിശ്വാസം ഒരു കാരണമാണ്. അപ്പോൾ ഈ വിമർശകർ, അതായത് പ്രത്യേകിച്ച് അപ്പോളജിറ്റുകളെന്ന് പറയുന്ന ഇസ്ലാമിനെ വക്രീകരിച്ച് തെറ്റിദ്ധരിപ്പിച്ച് കള്ളവും നുണകളും അധിക്ഷേപങ്ങൾ മാത്രം കൊണ്ട് നടക്കുന്ന ഈ അപ്പോളജിറ്റുകൾ എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് ഇത് കാണുമ്പോൾ, ഇസ്ലാമിൻ്റെ ഈ സുന്ദരമായ ഏകദൈവ സിദ്ധാന്തം കാണുമ്പോൾ അവർക്ക് സഹിക്കുന്നില്ല. കാരണം അവരുടെ മതങ്ങളിൽ ഏകദൈവ സിദ്ധാന്തമില്ല. അവർ വികലമാക്കി വെച്ചിരിക്കുകയാണ്. യഥാർത്ഥമായ യേശു പഠിപ്പിച്ച, അല്ലെങ്കിൽ മൂസാ നബി പഠിപ്പിച്ച, ഇബ്രാഹിം നബി പഠിപ്പിച്ചത് ഏകദൈവ വിശ്വാസമാണെങ്കിലും പിന്നീട് വന്ന ആളുകൾ ക്രിസ്ത്യാനിറ്റി എന്നൊരു മതം ഉണ്ടാക്കുകയും, അല്ലെങ്കിൽ യഹൂദ മതമെന്ന് അവരായിട്ടൊരു മതം ഉണ്ടാക്കി അതിനകത്ത് ദൈവ വിശ്വാസത്തെ വികലമാക്കി അവരുടേതായ ചേരുവകൾ ചേർത്ത് ഒരുമാതിരി ഒരു നൂഡിൽസ് പരുവത്തിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അവർക്കത് പറയാൻ നാണക്കേടുമാണ് പുറത്ത്, പക്ഷെ അത് വിട്ടു വരാനും വയ്യ എന്നുള്ള ഒരു സ്ഥിതി. ഉദാഹരണത്തിന് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവം എന്ന് പറഞ്ഞാൽ ഏകനാണ്. അവന് പിതാവോ പുത്രനോ ഭാര്യയോ മക്കളോ അങ്ങനെ ആരുമില്ല. ഒറ്റ ഒരാൾ, ഏകദൈവം, ഒന്നിനോട് ഉപമിക്കാൻ പറ്റാത്ത ഒരു ശക്തി എന്ന് ഇസ്ലാം പറയുമ്പോൾ അവർ പറയുന്നു, ഇല്ല, പിതാവ്, പുത്രനുണ്ട്, ദൈവത്തിനൊരു പുത്രനുണ്ട്, അത് മനുഷ്യനാണ്, മനുഷ്യ സ്വഭാവമുള്ള ഒരു ദൈവമാണ്, 3 പേരാണ്, അല്ലെങ്കിൽ 3 പേരിൽ ഒരാളാണ്, അല്ല ഒരാളിൽ 3 പേരാണ്. ഇന്നിങ്ങനെ പറഞ്ഞ് എത്രത്തോളം വികലമാക്കാവോ, മാക്സിമം അതിന് മനുഷ്യനെ ബുദ്ധിക്ക് ചേരാത്ത കണക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കണക്കും വളരെ സിമ്പിളായിട്ട് ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നതിന് പകരം ഓരോ മനുഷ്യൻ കൈകടത്തി അവരായിട്ടുണ്ടാക്കിയ ചില സിദ്ധാന്തങ്ങൾ ഇതിനകത്ത് കടത്തി കൂട്ടിയിട്ട് ഒരു പുതിയ ദൈവസങ്കല്പം പറയുമ്പോൾ അവരുടെ ആൾക്കാരുടെ ഇടയിൽ തന്നെ ഒരുപാട് കൺഫ്യൂഷൻ. മനുഷ്യൻ്റെ ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ, നല്ല ബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്ത് ചിന്തിക്കുമ്പോൾ ഇത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇതെന്തിനാ ഇങ്ങനെ കൂട്ടിക്കുഴപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് അവരെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് പറയുന്ന ഈ തൃത്വം എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെ ചില സമയങ്ങളിലും മനസ്സറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. മുസ്ലിങ്ങൾ എന്ത് സുന്ദരമായ ആശയമാണ് അവർ വെച്ചിരിക്കുന്നത്, ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്, നമുക്കെന്താ ഇങ്ങനെ ഇല്ലാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനകത്ത് തുടരുകയാണ്. പിന്നെ ഇത് എതിർക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇങ്ങനെ ഇത് 3 ഒന്നും പറയരുത്, തൃത്വമൊന്നും പറയരുത്, ഏകദൈവ വിശ്വാസം തന്നെയാണ് കറക്റ്റ് എന്ന് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്ന ആൾക്കാരും അതിനകത്തുണ്ട്. അപ്പം മനുഷ്യൻ്റെ ആ നൈസർഗികമായ വാസന അത് നമ്മളോട് പറയുന്നു, ഈ ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളതാണ് ശരി. ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഈഗോകൾ കാരണം, അല്ലെങ്കിൽ ചില അഹങ്കാരങ്ങൾ, മനസ്സിൽ അഹങ്കാരവും ഈഗോയും ഉള്ളത് കൊണ്ട് അവർക്കത് വിട്ടു വരാൻ പറ്റുന്നില്ല. ക്രിസ്ത്യാനി ഞങ്ങൾ ഇത്ര നാൾ നമ്മൾ പറഞ്ഞ് 3 ദൈവം എന്നാണ്, അല്ലെങ്കിൽ 3-ൽ 1 എന്നാണ് പറഞ്ഞ്, ഇപ്പം നമ്മളെങ്ങനെയാണ് മുസ്ലിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞാൽ നമുക്കത് അഭിമാനക്ഷതം ഉണ്ടാകും എന്നെല്ലാം ഓർത്തുകൊണ്ട് അവരത് വിട്ടു വരുന്നുമില്ല. പിന്നെ ചെയ്യുന്നത് ഇതിനകത്ത് എങ്ങനെയെങ്കിലും സംശയം ജനിപ്പിക്കുക. മുസ്ലിങ്ങൾ നമ്മളെപ്പോലെ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ കൂട്ടുകുടുംബം പോലെ, അല്ല കുഴഞ്ഞു മറിഞ്ഞ ഒരു ദൈവ സിദ്ധാന്തമാണ് അവർക്കും ഉള്ളത് എന്ന് ആൾക്കാരുടെ അടുത്ത് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് എന്തെങ്കിലും പഴുതുണ്ടോ, ഖുറാനിലുണ്ടോ എന്ന് അവരിങ്ങനെ നിരന്തരം നോക്കും. ഈ സത്യം മനസ്സിലാക്കി ഇങ്ങോട്ട് വരികയല്ല ചെയ്യേണ്ടത്. ഒരു നല്ല വിശ്വാസി അല്ലെങ്കിൽ നല്ല മനസ്സുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം, ദൈവം കറക്റ്റാണ് നമുക്ക് തോന്നുന്നുണ്ട്, ഈ ഏകദൈവ വിശ്വാസമാണ് കറക്റ്റ്,
അതുകൊണ്ട് നമുക്ക് ആ സിദ്ധാന്തത്തിലേക്ക് മാറാം എന്ന് ആണ് സത്യസന്ധമായിട്ട് ചെയ്യേണ്ടത്. അതിന് പകരം എന്ത് ചെയ്യുക, ഇതിനെ വികലമാക്കി ഇസ്ലാമിൻ്റെ ഈ ഏകദൈവ വിശ്വാസത്തെ വികലമാക്കി കാണിക്കുക എന്ന ദൗത്യത്തിൽ ഇറങ്ങി അപ്പോളജറ്റുകളെന്ന് പേരും വെച്ചുകൊണ്ട് അതിന് ഇറങ്ങി അതിനകത്ത് കുറേ ആൾക്കാർ നിരന്തരം റൂമിടുകയും പ്രവാചകനെ ചീത്ത വിളിക്കുകയും അധിക്ഷേപിക്കുകയും ഇങ്ങനെ ഒരു തൊഴിലാക്കി കൊണ്ട് നടക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർ പറയുന്ന ഒരു വാദമാണ് നമ്മൾ ഇതിനകത്ത് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അത് അഹദ് എന്ന പദം അറിയാം, 112 അധ്യായം ഇസ്ലാമിൻ്റെ ആ ഏകത്വത്തിൻ്റെ ആ ഏകദൈവ വിശ്വാസത്തിൻ്റെ ആണി പേര് എന്ന് പറയുന്ന അതിൻ്റെ ഉള്ള വചനമാണത്. കുൽഹു അള്ളാഹു അഹദ്, പറയുക അവൻ ഏകനാണ്, അള്ളാഹു ഏകനാണ്. ആ ഏകൻ എന്നുള്ള സ്ഥലത്ത് ഖുർആനിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് അഹദ് എന്നാണ്, അഹദ്. അപ്പം ഇത് ഏതൊരു കുട്ടിക്കും വളരെ സിമ്പിളായിട്ട് ഒരു മുസ്ലിം കുട്ടിക്ക് മനസ്സിലാവും. അള്ളാഹു ഏകനാണ്, അഹദ് എന്ന് പറഞ്ഞാൽ ആ ഒന്നാണ്. അവന് മക്കളില്ല, പിതാവില്ല, ഭാര്യയില്ല, അതിൽ നിന്നെല്ലാം അതിനകത്ത് വരും. അതുപോലെ ഒന്നില്ല എന്നുള്ള വേർഡ് നമുക്ക് കൊച്ചിലെ പറഞ്ഞു തരുന്നുണ്ട്. അത് മനസ്സിൽ നമുക്ക് നല്ലപോലെ അത് കയറുന്നുണ്ട്. അതുപോലെ എൻ്റെ അടുത്ത വചനം ഉൽഹു അള്ളാഹു അഹദ് അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്, ഒന്നിനെ ആശ്രയിക്കത്തില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ആർക്കും ജന്മം നൽകിയിട്ടുമില്ല, അവനാരും ജന്മം കൊടുത്തിട്ടുമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ആരുമില്ല. വളരെ തറപ്പിച്ച് ഒരാളുടെ മനസ്സിൽ ഈ ദൈവം ഏകദൈവം തന്നെയാണ്, ഇതുപോലെ മറ്റൊന്നില്ല, അവൻ ജനിച്ചിട്ടുമില്ല, അവൻ ജനിപ്പിച്ചിട്ടുമില്ല, അവൻ നിരാശ്രയനാണ്. ഇങ്ങനെ ആ അഹദിനെ സപ്പോർട്ട് ചെയ്യുന്ന വചനങ്ങളെല്ലാം വെച്ചിട്ട് ഒരു തരത്തിലും ഇതേപോലെ ഒരാളില്ല, അങ്ങനെയുള്ള ആളാണ് നിങ്ങളുടെ സൃഷ്ടാവ്, പ്രപഞ്ച സൃഷ്ടാവ്, അതുപോലെ വേറൊന്നുമില്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ടും പക്ഷെ സിമ്പിളായിട്ടും ഒരു വിശ്വാസിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കൊച്ചിലെ പോലെ എല്ലാവരും ഉൽഹുദാഹുദ് അള്ളാഹു ഏകനാണെന്നുള്ളത് അടിയുറച്ച് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇവരുടെ കണ്ടുപിടുത്തം, ഈ അപ്പോളജറ്റുകൾ അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാരുടെ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ അഹദ് എന്നിവിടെ യൂസ് ചെയ്യുന്നു, അതേപോലെ ഖുറാൻ്റെ പല സ്ഥലങ്ങളിലും ഈ അഹദ് എന്നുള്ള വാക്ക് വരുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം നിങ്ങൾ പറയുന്ന പോലെ ഏകൻ എന്ന അർത്ഥം അവിടെ വരുന്നില്ല. അവിടെ പോയിൻ്റാണ്, അവരുടെ വാദമാണ് പറയുന്നത്. ഞാൻ പല സ്ഥലങ്ങളും ഒരു 74 സ്ഥലത്ത് ഖുറാനിലുണ്ട് ഈ അഹദ് എന്നുള്ള വാക്ക്, 74 സ്ഥലത്തിലുണ്ട്. അതിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് നിങ്ങൾ ഏകൻ എന്ന അർത്ഥമാക്കി വെച്ചിരിക്കുന്നത്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ അനേകരിൽ ഒരുവൻ, പലരിൽ ഒരുവൻ, 2 പേരിൽ ഒരുവൻ, മറ്റുള്ളവരിൽ കൂട്ടത്തിൽ ഒരാൾ എന്ന അർത്ഥത്തിലാണ് അഹദ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾ ഏകൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അള്ളാഹുവിനെ ഏകനാക്കിയിരിക്കുന്നു. അത് ശരിയല്ല. ഇവിടെയും പലരിൽ ഒരാൾ എന്ന് തന്നെയാണ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് അവരുടെ വാദം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഹദ് എന്ന് പറഞ്ഞാൽ ഏകൻ എന്നുള്ള അർത്ഥം ഇല്ല, പലരിൽ ഒരുവൻ, ഒരുപാട് ദൈവങ്ങളിൽ ഒരു ദൈവം എന്ന് ആണ് ഇതിനർത്ഥം വേണ്ടത്. പക്ഷെ നിങ്ങളത് അങ്ങനെ പറയാതെ ഏകദൈവം എന്ന് പറയുന്നു എന്നുള്ളതാണ് അവരുടെ വാദം. ഇത് നമുക്ക് ഒറ്റ അടിക്ക് തന്നെ ഗണ്ണിക്കാം. ആ ആയത്തിൻ്റെ താഴെ തന്നെ നമ്മൾ പറഞ്ഞു, അവനെ പോലെ മറ്റാരുമില്ല, അവൻ നിരാശ്രയനാണ്. അപ്പം അഹദ് എന്താണെന്നുള്ളത് താഴെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് പോയിന്റ് നമ്പർ 1. അവൻ്റെ അർത്ഥം നിങ്ങൾ പറയുന്ന പോലെ ആ അർത്ഥമല്ല ഇവിടെ എന്നുള്ളത് മനസ്സിലാക്കാം. രണ്ടാമത്തത്, ആ അറബി ഭാഷ യൂസ് ചെയ്തിരുന്ന ആളുകൾ അന്ന് മുതൽ ഇന്ന് വരെ ആ അഹദിന് അവരെന്ത് അർത്ഥം കൊടുത്തു? ഈ കുൽഹു അല്ലാഹു അഹദ് എന്നുള്ള ആ വാക്കിന് അവർ മനസ്സിലാക്കിയ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി അവരെ എതിർത്തത്? അന്നത്തെ ഖുറൈശികൾ, അന്നത്തെ അറബി അറിയാവുന്ന ആളുകൾ ഈ അഹദ് എന്ന് പറഞ്ഞപ്പോൾ അവരെന്തുകൊണ്ടാണ് എതിർത്തത്? ഇത് മുഹമ്മദ് നബി, അവിടുത്തെ ആൾക്കാർ പല ദൈവങ്ങളെ ആരാധിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു എന്നുള്ള ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നാലും ആ അള്ളാഹുവാണ് അവരുടെ സൃഷ്ടാവെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അള്ളാഹുവാണ് അവർക്ക് ആഹാരം നൽകുന്നത്, ജീവിത ഉപാധി നൽകുന്നത്, അവർ സംരക്ഷിച്ചു പോരുന്നത്, എല്ലാം അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിലും ചില കുട്ടി ദൈവങ്ങൾ കൂടെ അവർ ആരാധിച്ചിരുന്നു. അവർ അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്ത് അള്ളാഹുവിനോട് ചേർത്ത് വയ്ക്കും എന്ന വിശ്വാസം വെച്ചുകൊണ്ട് അവർ മറ്റു ചില കല്ലിനെയും മാനിനെയും അങ്ങനെയുള്ള ചില പുണ്യപുരുഷന്മാർ എന്നുള്ള രീതിയിൽ അവരെല്ലാം ആരാധിച്ചിരുന്നു. അപ്പം ഒരു ഏകദൈവ സിദ്ധാന്തമല്ല അത്. ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട ആരാധന പ്രാർത്ഥന എന്നുള്ളത് മറ്റാളുകൾക്കും കൊടുത്തിരുന്നു. അവരടുത്ത് പോയിട്ട്
അള്ളാഹു അഹദ് എന്ന് പറഞ്ഞപ്പോൾ അവരെങ്ങനെ മനസ്സിലാക്കി? അറബി അറിയാവുന്ന അന്നത്തെ അറബ് ജനത എങ്ങനെയാണ് അഹദിനെ മനസ്സിലാക്കിയത്? ഓക്കെ, പലരിൽ ഒരുവനെന്നാണ് പ്രവാചകൻ പറയുന്നത്. അപ്പോൾ കറക്റ്റാണ്. നമ്മുടെ സിദ്ധാന്തവും മുഹമ്മദ് നബി പറയുന്ന സിദ്ധാന്തവും ഒന്ന് തന്നെയാണ് എന്നാണോ അവർ മനസ്സിലാക്കിയത്? അതല്ല, ഇതൊന്നും ദൈവമല്ല, അള്ളാഹു മാത്രമാണ് ദൈവം എന്നാണ് അവർ മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചാൽ, അവർക്ക് മനസ്സിലായി ഈ അഹദിൻ്റെ അർത്ഥം എന്താണെന്ന്. അന്നത്തെ ഖുറൈശികൾക്ക് മനസ്സിലായി, ഇത് അള്ളാഹു മാത്രമേ ഉള്ളൂ ദൈവം, മറ്റാരും ദൈവമല്ല എന്നാണ് പ്രവാചകൻ പറയുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ പ്രവാചകനെ എതിർത്തത്. നീ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ പറയുന്ന ദൈവങ്ങളെല്ലാം നീ എതിർക്കുകയാണോ? നമ്മുടെ പൂർവികർ ആരാധിച്ചു വന്ന ദൈവങ്ങളെല്ലാം നീ നിരാകരിക്കുകയാണോ എന്ന ചോദ്യം കൊണ്ടാണ് അവർ ഈ അഹദിനെ നേരിട്ടത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാർ അതിനെങ്ങനെ മനസ്സിലാക്കി. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് അറബി ഒന്നും ഗ്രാമറോ അങ്ങനൊന്നും പോകുന്നില്ലെങ്കിലും കോമൺ സെൻസ് ചിന്തിച്ചാൽ അറിയാം, ഈ അഹദിനെ ആ ലാംഗ്വേജിലുള്ള ആൾക്കാർ എന്താണ് മനസ്സിലാക്കിയത്. അഹദ് എന്ന് പറഞ്ഞാൽ ഏകൻ, മറ്റാരുമില്ല, അതുപോലെ മറ്റാരും ഇല്ല എന്നാണ് പ്രവാചകൻ പറയുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് എതിർത്തത്. അവസാനം അവിടെ നിന്ന് അവർ പീഡിപ്പിക്കപ്പെട്ടു, മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു, അവിടെ നിന്ന് തന്നെ ഓടിച്ചു, അവിടെ നിന്ന് മറ്റ് മദീനയിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് അഹദ് ഏകൻ എന്നാണ് ഇത് അതിൻ്റെ അർത്ഥം എന്നുള്ളത് കൊണ്ടാണ് അറബി പറയുന്ന ആൾക്കാർക്ക് അറിയാം. പക്ഷെ നമ്മുടെ അപ്പോളജിറ്റുകൾ പറയുന്ന അല്ല, അത് പലരിൽ ഒരുവനാണ്. അതിൻ്റെ അർത്ഥമെങ്കിൽ അവർ എതിർക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശിൽ എതിർക്കേണ്ട. ഓക്കെ, നമ്മൾ പറയുന്ന മുഹമ്മദ് നബി പറയുന്ന എല്ലാം ഒന്ന് തന്നെ എന്ന് പറഞ്ഞ് അവർ ആരാർപ്പണം നടത്തി അവർ വലിയ രാജാവാക്കി വെച്ചേനെ. ഓക്കെ, എല്ലാം കറക്റ്റ് സിദ്ധാന്തം, നമ്മൾ രണ്ടിനും ഒരേ സിദ്ധാന്തം തന്നെയാണ് പറയുന്നതെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. അപ്പം ഇതൊരു പോയിന്റ്. അഹദിൻ്റെ അർത്ഥം എന്താണ് അന്നത്തെ ആൾക്കാർ, അറബികൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നുള്ളതിന് ഒരു തെളിവാണ് അവരെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത്. ഇനി ഇതിന് അഹദിന് സമാനമായ മറ്റൊരു അർത്ഥമാണ് വാഹിദ്. അതും അവർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ വാഹിദ് എന്ന് ഉപയോഗിക്കുന്നില്ല? വാഹിദ് ആണല്ലോ കറക്റ്റായിട്ട് വരേണ്ടത്, ഏകൻ അല്ല ഒരുവൻ എന്നുള്ളതിന് വാഹിദ് എന്ന് ഉപയോഗിക്കാമല്ലോ, അതാണ് വരേണ്ടത്. പക്ഷെ നിങ്ങൾ അഹദ് എന്ന് യൂസ് ചെയ്യുന്നു എന്ന് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അതിന് നമ്മൾ എന്താ ഉത്തരം എന്ന് വെച്ചാൽ, വാഹിദ് എന്ന് പറഞ്ഞാൽ എണ്ണാൻ യൂസ് ചെയ്യുന്നതിനാണ് ഒന്ന്. വാഹിദിൻ്റെ അടുത്ത് രണ്ടുണ്ട്, അതിനൊരു വാക്കുണ്ട്. മൂന്നിന് കൗണ്ട് ചെയ്യാൻ അതിൻ്റെ വാക്കുണ്ട്. അത് രണ്ടിന് ഇസ്നാനി സലാസത്ത്, മൂന്നിന് സലാസത്ത്, ഇങ്ങനെ 2, 3, 4 എന്ന് വാഹിദിന് ശേഷം എണ്ണിപ്പോകാൻ ഓരോ വാക്കുകളുണ്ട്. അപ്പോൾ അഹദ് ഒന്നാണെങ്കിലും അഹദിന് ശേഷം ഒരു വാക്ക് പറഞ്ഞാൽ ഇല്ല അറബിയിൽ. അഹദ് ഒന്ന്, ഓക്കെ. രണ്ടിനെന്തോ ഇല്ല, വാക്കില്ല. മൂന്നെന്തോ ഇല്ല, 4 എന്തോ അതിന് വാക്കില്ല. അപ്പം അബ്സല്യൂട്ട് വണ്ണെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞത്, ഇതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് അഹദ്. ഈ അഹദ് വാഹിദ് ഒന്നാണെങ്കിലും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വാഹിദ് ഒന്നെന്ന് പറഞ്ഞാൽ എണ്ണാം, 1, 2, 3, 4 എന്ന് വാഹിദിൻ്റെ അടുത്ത 2-ന് അർത്ഥം വാക്കുണ്ട്, 3-ന് വാക്കുണ്ട്, 4-ന് വാക്കുണ്ട്. അത് 1, 2, 3 എന്ന് പറയുന്നതിന് യൂസ് ചെയ്യുന്നതാണ്. അഹദ് ഒന്നാണെങ്കിലും അതിൻ്റെ 2 എന്തുവാ ഇല്ല, 3 എന്തുവാ ഇല്ല, അറബിയിലില്ല. നിങ്ങൾ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് അള്ളാഹു അഹദ് എന്ന് ഉപയോഗിക്കുന്നില്ലേ, ഇസ്മായിൽ അഹദ് എന്ന് യൂസ് ചെയ്യത്തില്ല. ഇസ്മായിൽ വാഹിദ് എന്ന് പറയും. ഇസ്മായിൽ ഒരാളാണ്, അല്ല ഇബ്രാഹിം ഒരാളാണ്, വാഹിദ് എന്ന് പറയും. ഇസ്മായിൽ അഹദ് എന്ന് പറയുമെന്ന് വെച്ചാൽ അറബികൾ പറയത്തില്ല. അവർ അള്ളാഹുവിന് വേണ്ടി മാത്രം, അതുപോലെ മറ്റൊന്ന് വേറൊന്ന് ഒന്നും ഇല്ലയോ അതിന് യൂസ് ചെയ്യുന്ന വാക്കാണ് അഹദ്. ഇതാണ് അഹദ് വാഹിദ് തമ്മിൽ വ്യത്യാസം. നിങ്ങൾ എന്തുകൊണ്ട് വാഹിദ് എന്ന് ഇവിടെ വന്നില്ല, ഖുൽ ഹുവല്ലാഹു വാഹിദ് എന്നാണ് വരേണ്ടതെന്നാണ് അവർ പറയുന്നത്. വാഹിദ് മറ്റുള്ളവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഒരു പേന, എൻ്റെ അടുത്ത് ഒരു പേന ഉണ്ട്, വാഹിദ് പേന, ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി പറയാണ്, അത് പറയാം. അഹദ് പേന എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ പേനയെ പോലെ വേറെ ഒരുപാട് പേനകളുണ്ട്. അതുകൊണ്ട് വഹദ് പേന എന്ന് പറയത്തില്ല. വാഹിദ് പേന, വാഹിദ് ബുക്ക്, വാഹിദ് ടേബിള്, വാഹിദ് ബോട്ടിൽ, ഇങ്ങനെ പലത് വാഹിദ് വെച്ച് പറയാം. ഒരു പേന, ഒരു ബുക്ക്, ഒരു അള്ളാ എന്നുള്ളതിന് വാഹിദ് അള്ളാ എന്ന് പറയത്തില്ല അവർ. അല്ലെങ്കിൽ അല്ല, അഹദ് പേന എന്ന് പറയത്തില്ല. ഒന്നല്ല, 2 ഒന്നാണെങ്കിൽ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല? അറബികളുടെ ഞാൻ പറയുന്ന ലാംഗ്വേജ് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ ആ ലാംഗ്വേജിന് അവർ കൊടുത്ത അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കണം ആദ്യമേ. എന്തുകൊണ്ട് അഹദ് പേന എന്ന് അവർ പറയുന്നില്ല? ഒരു പേന എന്ന് അവർ പറയത്തില്ല. ഇപ്പോൾ ചന്ദ്രനാണെങ്കിൽ ഒന്നേ ഉള്ളൂ, ഒരു ചന്ദ്രൻ എന്നുള്ളതിന് അഹദ് എന്ന് യൂസ് ചെയ്യത്തില്ല അവർ. ചന്ദ്രനെ പോലെ വേറെ പലതും കാണാം. അപ്പം ഏതൊന്നിനാണോ ഇതുപോലെ മറ്റൊന്നില്ലാത്തത്, അതിന് അറബികൾ യൂസ് ചെയ്യുന്ന വാക്കാണ് ഈ അഹദ് എന്നുള്ളത്. അപ്പം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഇത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചേരുന്ന വാക്കാണ്.
ഏകനായ അള്ളാഹു, അവനെ പോലെ മറ്റാരും ഇല്ല എന്ന അർത്ഥം പറയുന്നതിന് യൂസ് ചെയ്യുന്നതിന് മാത്രമാണ് ഈ അഹദ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മളല്ല, അറബികൾ അതിനർത്ഥം കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഇന്നും അപ്പോളജിറ്റുകൾ ഒന്ന് പുതിയ ഒരു വ്യാഖ്യാനം കണ്ടുപിടിച്ച് ഈ പറയുന്നതിലും നല്ലത് ആ ആൾക്കാരെന്താണ് ഉപയോഗിച്ചിരുന്നത്, ആ ആൾക്കാരിതെങ്ങനെയാണ് മനസ്സിലാക്കിയത്, അവർ ഏത് വാക്ക് ഏത് മീനിങ്ങിലാണ് ഈ അഹദ് യൂസ് ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് കറക്റ്റ് എൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ അവരോടത്താണല്ലോ മുഹമ്മദ് നബി സംസാരിച്ചത്, അവരുടെ ലാംഗ്വേജിലാണല്ലോ സംസാരിച്ചത് അഹദ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് വന്നിട്ട് നിങ്ങൾ പുതിയ വ്യാഖ്യാനം കൊടുക്കാതെ അഹദ് എന്നുള്ളത് അന്നത്തെ ആൾക്കാർ എന്താണ് അതിന് അർത്ഥമാക്കിയിരുന്നത്, അന്നത്തെ ആൾക്കാർ ഇന്നും പറയത്തില്ല അഹദ് പേനാന്ന് ഇന്ന് പറയില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? അങ്ങനെ ഒരു വാക്കില്ല, അത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ള വാക്കാണ് അഹദ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് അടുത്ത പോയിന്റ്. ഇനി ഇത് ഒന്നുകൂടെ മനസ്സിലാക്കണമെങ്കിൽ അറബിയിൽ ഒരു ചൊല്ല് പറയും, ഒരെണ്ണത്തിൻ്റെ ഒരു വാക്കിൻ്റെ ഒരു കാര്യത്തിന് മീനിങ് അറിയണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് മനസ്സിലാക്കിയാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവും എന്ന് ഒരു ചൊല്ലുണ്ട് അറബിയിൽ. ഇപ്പം നമുക്ക് പറയാം, ഒരാൾ നല്ല ആളാണ് എന്ന് ഒരാളെ കുറിച്ച് പറയുകയാണ്. അത് നല്ലപോലെ മനസ്സിലാവണമെങ്കിൽ ചീത്ത ആളാരാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല ആരാന്ന് മനസ്സിലാവും. ഇവൻ ചീത്തയാണെന്നാ, മോശപ്പെട്ടവനാണ്, വെള്ളം അടിക്കും, അങ്ങനെ ചെയ്യും. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരാണ് നല്ല ആൾ. അപ്പം നല്ലതിൻ്റെ ഓപ്പോസിറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലത് എന്താണെന്ന് മനസ്സിലാവും. അപ്പം അതേ ടൈപ്പിൽ നമ്മൾ ഈ അഹദിനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ്, അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇപ്പം അക്കല എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നുള്ള അറബിയിലെ അർത്ഥം. അക്കല എന്ന് പറഞ്ഞാൽ കഴിച്ചു. മാ അക്കല എന്ന് പറഞ്ഞാൽ കഴിച്ചില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് മാ അക്കല എന്ന് പറഞ്ഞാൽ കഴിച്ചില്ല. ഇപ്പം ഈ മാ അക്കലയുടെ കൂടെ വാഹിദും അഹദും ചേർത്തിട്ട് ഉള്ള അർത്ഥം നമുക്ക് നോക്കാം. മാ അക്കല വാഹിദുൻ എന്ന് പറഞ്ഞാൽ ഒരാൾ കഴിച്ചില്ല. മാ അക്കല വാഹിദുൻ, മാ അക്കല, അക്കല എന്ന് പറഞ്ഞാൽ കഴിക്കുക, മാ അക്കല എന്ന് പറഞ്ഞാൽ കഴിച്ചില്ല, വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്ന്. മാ അക്കല വാഹിദ് എന്ന് പറഞ്ഞാൽ ഒരാൾ കഴിച്ചില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഒരാൾ കഴിച്ചില്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെല്ലാം കഴിച്ചു എന്നർത്ഥം. ഇപ്പം അതേ വാക്കിൽ വാഹിദുൻ മാറ്റിയിട്ട് നമ്മൾ അഹദ് ഇടുന്നു. മാ അക്കല അഹദും എന്നർത്ഥം ഇട്ട് കഴിഞ്ഞാൽ അക്കല എന്ന് പറഞ്ഞാൽ കഴിക്കുക, മാ അക്കല എന്ന് പറഞ്ഞാൽ കഴിച്ചില്ല, മാ അക്കല അഹദുൻ ഒരാൾ കഴിച്ചില്ല എന്നല്ല, ആരും കഴിച്ചില്ല എന്നർത്ഥം വരും. ഇപ്പം നിങ്ങൾ പറയുന്ന ഒന്നാണെങ്കിൽ, അഹദിനും വാഹിദിനും അർത്ഥം ഒന്നാണെങ്കിൽ, ഇത് ഇവിടെ ഓപ്പോസിറ്റ് വരുമ്പോൾ അർത്ഥം മാറുന്നുണ്ട്. അത് മാ അക്കല വാഹിദ് എന്ന് പറഞ്ഞാൽ ഒരാൾ കഴിച്ചില്ല, മാ അക്കല അഹദുൻ എന്ന് പറഞ്ഞാൽ ആരും കഴിച്ചില്ല എന്നർത്ഥം വരും. അപ്പം വാക്ക് ഒന്ന് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വാക്ക് നേരെ ഓപ്പോസിറ്റ്. ആരും കഴിച്ചില്ല എന്ന് പറയുന്നത് ഒരാൾ കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥം വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് ഈ അഹദും വാഹിദും തമ്മിലുള്ള വ്യത്യാസം. വാഹിദ് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ കഴിച്ചില്ല, അഹദ് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ആരും കഴിച്ചില്ല എന്ന അർത്ഥം വരും. ഈ ഓപ്പോസിറ്റ് മീനിങ് നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അറബികൾ ഈ അഹദ് യൂസ് ചെയ്തത് അബ്സല്യൂട്ട് ഒന്നിന് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേറെ ഒന്നുമില്ല എന്നുള്ള ഒന്നിനെ പറയാനാണ് അഹദ് അവർ യൂസ് ചെയ്തത്. വാഹിദ് എണ്ണാൻ, കൗണ്ടിങ് 1 2 3 എന്നുള്ളത്. ഇതിന് വളരെ നല്ലൊരു എക്സാമ്പിൾ അറിയണമെങ്കിൽ ഒരു സംഭവം നമുക്ക് ഇസ്ലാമിലെ ചരിത്രത്തിൽ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അത് മനസ്സിലാക്കിയാൽ ഈ അഹദിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യകാലത്ത് നമുക്കറിയാം, കുറച്ച് ആൾക്കാർ വഹി വന്ന് തുടങ്ങിയ കാലത്ത് വളരെ കുറച്ച് 6 7 പേര് വന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കപ്പെട്ട് വന്ന ആൾക്കാർ. ആ കൂട്ടത്തിൽ വന്ന മുസ്ലിമായ ആളാണ് ബിലാൽ. അറിയാം, കറുത്ത നീഗ്രോ വർഗ്ഗക്കാരനായ ബിലാൽ അടിമയാണ്. ഒരാളുടെ അടിമയായിട്ട് ജീവിക്കുന്ന ആളായിരുന്നു ബിലാൽ. അദ്ദേഹം മുസ്ലിമായി, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞ് മുസ്ലിമായി. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അവിടെ യജമാന്മാരും അവിടുത്തെ ആൾക്കാരും ഒക്കെ അദ്ദേഹത്തെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ചെയിൻ, ഇരുമ്പ് ചട്ടമുള്ള ഇരുമ്പ് കൊണ്ടുള്ള ഉടുപ്പുകളും അത് ഇണീക്കുക, അത് ചുടുമണലിടുക, പിള്ളേരുടെ അടുത്ത് ചെയിൻ കെട്ടി വിട്ട് എല്ലായിടത്തും കൊണ്ടുപോയി അപമാനിപ്പിക്കുക. ഇങ്ങനെല്ലാം പറയുമ്പോഴും അദ്ദേഹം അവരെതിർത്തുകൊണ്ട് ഇത്ര കഷ്ടം സഹിച്ചുകൊണ്ടും ഒരു കാര്യം പറയുമായിരുന്നു, അഹദ് 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 എന്ന് പറയും. അഹദ് എന്ന് പറഞ്ഞാൽ ഏകൻ അബ്സല്യൂട്ട് വൺ എന്നുള്ള മീനിങ്ങിൽ. ഇത് കേൾക്കുമ്പോഴാണ് അവർ കൂടുതൽ ബിലാലിനെ പീഡിപ്പിച്ചത്. അപ്പം അഹദിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായി എന്തോ ബിലാൽ പറയുന്നതെന്നുള്ളത്. ബിലാൽ പറയുന്ന അഹദിൻ്റെ മീനിങ് നിങ്ങൾ പറയുന്ന പോലെ പലരിൽ ഒരുവനാണെങ്കിൽ അവർ പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമ്മുടെ സിദ്ധാന്തം തന്നെയാണ് പറയുന്നത്, പല ദൈവങ്ങളിൽ ഒരു ദൈവമാണ് ബിലാലും പറയുന്നത് എന്ന് അവരെടുത്ത് തന്നെ. അവരങ്ങനെയല്ല എടുത്തത്.
അഹദ് എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ വേറെ ആളില്ല, അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്നാണ് ബിലാൽ പറയുന്നതെന്നാണ് അറബികൾ മനസ്സിലാക്കിയത്. ആ വാക്കിലുള്ള ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിയത് അഹദ്. അതുകൊണ്ടാണ് ബിലാലിനെ അടിച്ചത്. ഡെയിലി അടിച്ചുകൊണ്ടിരുന്നത്, ഡെയിലി ഇത് ചെയ്യും. അടി കൊണ്ടിട്ട് പിന്നെയും അഹദ് എന്ന് പറയും. അപ്പോൾ ഇപ്പം മനസ്സിലായില്ല, ക്ലിയർ, അഹദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ആ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിനാണ് ഈ അഹദ് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഹദീസ് ഇബ്നു മാജയിൽ 150 കാണാം, അതുപോലെ മുസ്നദ് അഹമ്മദിൽ 3832, ഇബ്നു മാജ 150, മുസ്നദ് അഹമ്മദ് 3832, ഇത് രണ്ടിലും കാണാം. അപ്പം അറബി സംസാരിക്കുന്ന ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി അഹദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നുള്ളത്. അത് ഇതല്ലാതെ വേറൊന്നില്ല എന്നാണ് പറയുന്നത്, പലരിൽ ഒരുവനെന്നുള്ള അല്ല. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഇതിനർത്ഥം അതായിരുന്നെങ്കിൽ അവർ എതിർക്കത്തില്ലായിരുന്നു, പ്രവാചകനെ എതിർക്കത്തില്ലായിരുന്നു, ഇത്രയും പീഡിപ്പിക്കത്തില്ലായിരുന്നു, അവരൊന്ന് ഓടിച്ചു വിടത്തില്ലായിരുന്നു. അഹദിൻ്റെ അർത്ഥം ഏകസൃഷ്ടാവായ അള്ളാഹു അല്ലാതെ വേറെ ആരും ഇല്ല എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ബിലാലിനെ പീഡിപ്പിച്ചത്, അവർ പ്രവാചകനെ പീഡിപ്പിച്ചത്, ഇതെല്ലാം ചെയ്തത്. അല്ലെങ്കിൽ പലരിൽ ഒരുവൻ, ഖുറാനിൽ മറ്റേ സ്ഥലത്തെല്ലാം അഹദ് പലരിൽ ഒരുവനാണല്ലോ, അപ്പോൾ ഇവിടെയും പലരിൽ ഒരുവൻ ആണല്ലോ വരേണ്ടത് എന്നായിരുന്നു എൻ്റെ അർത്ഥമെങ്കിൽ പറഞ്ഞാൽ മുഹമ്മദേ നിനക്ക് തെറ്റി എന്നവർ പറഞ്ഞാൽ ഉണ്ട്. ഇത്രയും നാളെ നീ പറഞ്ഞിരുന്ന അഹദിനകത്ത് തെറ്റിപ്പോയി, അള്ളാഹുവിന് പറഞ്ഞ വിശേഷണം തെറ്റിപ്പോയി എന്നവർ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്തേ. രണ്ടിലേതെങ്കിലും ഒന്ന് നടന്നേനെ. അതിൻ്റെ അർത്ഥം നിങ്ങൾ പറയുന്ന അർത്ഥമാണെങ്കിൽ ഒന്നേ അവർ പറയും പറഞ്ഞു തരും, പലരിൽ ഒരുവൻ എന്നുള്ള അർത്ഥം എടുത്ത് നീ അള്ളാഹുവിനിട്ടു, താങ്കൾക്ക് തെറ്റി, തീർന്നു, ഇസ്ലാം തീർന്നു. ഇസ്ലാമിൻ്റെ നോക്കിയിരിക്കുമായിരുന്നു എന്തെങ്കിലും ഒരു തെറ്റ് കിട്ടാനായിട്ട്. അവർക്കത് തോന്നി, അവർക്ക് തെറ്റായിട്ട് തോന്നിയോ ഇല്ല. അല്ലെങ്കിൽ അവർ വിചാരിക്കണം ഓക്കെ മുഹമ്മദ് നബി നമ്മുടെ സിദ്ധാന്തം സ്വീകരിച്ചു, ഓക്കെ അപ്പം പ്രശ്നം നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ രണ്ടും പറയുന്ന ഒന്നാണ് എന്ന് പറഞ്ഞോ ഇല്ല. അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി അഹദ് എന്ന് പറഞ്ഞാൽ ഏകൻ, അബ്സല്യൂട്ട് വൺ എന്നുള്ളതാണ്. വാഹിദ് പോലെ അല്ല, ഇത് അള്ളാഹുവിന് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ അതവർ അക്സെപ്റ്റ് ചെയ്തില്ല, അവർക്കറിയാം. അപ്പോൾ ഇതാണ് അറബിയിൽ നമ്മൾ ആ വാക്ക് ഭാഷാർത്ഥത്തിലും അവരെങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളതും അതിൻ്റെ പ്രയോഗങ്ങൾ എങ്ങനെയാണെന്നുള്ളതെല്ലാം ഇതാണ് എൻ്റെ അർത്ഥം. ഇനി ആണ് ഇവരുടെ വാദം, എന്താണ് ഇവർ പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 74 ഈ അഹദ് എന്നുള്ള വാക്ക് ഖുർആനിൽ വരുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഏകൻ എന്ന് വരുന്നത്. ബാക്കി സ്ഥലത്തെല്ലാം പലരിൽ ഒരുവൻ, നിങ്ങളിൽ ഒരുവൻ, അവരിൽ ഒരുവൻ, 2 പേരിൽ ഒരുവൻ, അവരിൽ നിന്നും ഒരാൾ, ഇങ്ങനെയുള്ള അർത്ഥത്തിലാണ് ഖുർആനിൽ ബാക്കി 73 സ്ഥലത്തും ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഒന്നിൽ മാത്രമാണ് ഏകൻ, അബ്സല്യൂട്ട് വൺ, പലരിൽ ഒരുവനല്ല, അബ്സല്യൂട്ട് വൺ എന്നുള്ള അർത്ഥം നിങ്ങൾ കൊടുക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്യുന്ന ഉടായ്പാണ്, ഇത് തെറ്റാണ്. അവിടെ കൊടുത്ത അതേ അർത്ഥമാണ് നിങ്ങൾ ഇവിടെയും കൊടുക്കേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ പലരിൽ ഒരു എന്നുള്ള അർത്ഥമാണ് കൊടുക്കേണ്ടത്. കാരണം ബാക്കി 73 സ്ഥലത്ത്, ഖുർആനിലുള്ള 73 സ്ഥലത്തും പലരിൽ ഒരുവൻ എന്നുള്ള അങ്ങനെ ആ അർത്ഥം വരുന്ന പല അങ്ങനെയാണ് അഹദ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇവിടെ മാത്രം വേണമെന്നും പറഞ്ഞ് അഹദിന് അബ്സല്യൂട്ട് വൺ എന്ന അർത്ഥം കൊടുത്തു. അങ്ങനെ അല്ല എന്നുള്ളത് നമ്മൾ തെളിവ് വെച്ച് സംസാരിച്ചു. ഇനി അങ്ങനെ അല്ല എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നവർക്ക് ആ 73 സ്ഥലത്തും അഹദ് എന്ന് മാത്രമല്ല, അഹദിൻ്റെ കൂടെ ചില വാക്കുകളൂടെ കലരും. അപ്പോഴത്തേക്ക് അഹദിൻ്റെ ഈ അബ്സല്യൂട്ട് വൺ എന്നുള്ള മീനിങ് മാറും. അഹദ് എന്ന് മാത്രം പറഞ്ഞാൽ അബ്സല്യൂട്ട് വൺ, അവനല്ലാതെ വേറെ ഒന്നുമില്ല, വേറെ ആളില്ല, ഇതേപോലെ ഒരാളില്ല എന്ന് പറയാൻ അഹദ് എന്നുള്ള വാക്ക് പ്യുവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് വരും. അഹദിൻ്റെ കൂടെ ചില വാക്കുകൾ ചേർന്ന് കഴിഞ്ഞാൽ ആ അർത്ഥം മാറും. ഉദാഹരണത്തിന് അഹദും, അഹദുഹും എന്ന് പറഞ്ഞാൽ, അഹദും എന്ന് പറഞ്ഞാൽ പലരിൽ ഒരുവനാവും. അഹദല്ല, അഹദുഹും എന്ന് വരും. അങ്ങനെ കുറേ വചനങ്ങൾ അത് കാണിച്ചിട്ടാണ് അവർ പറയുന്നത്. കണ്ടോ, ഇവിടെ അഹദുഹുമിന് നിങ്ങൾ പലരിൽ ഒരുവൻ എന്നാണ് അർത്ഥം കൊടുത്തേക്കുന്നത്, അവിടെ പലരിൽ ഒരുവൻ എന്നാണ് അർത്ഥം. കാരണം അഹദുഹും എന്ന് വന്നു. അതിന് ഖുൽ ഹുവല്ലാഹു അഹദിൽ അഹദ് എന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ വേറെ വാക്കില്ല. അതുപോലെ അഹദും മിൻകും, നിങ്ങളിൽ ഒരുവൻ. അപ്പോൾ അഹദ് മാത്രമല്ല, അവിടെ അഹദും മിൻകും ചേരുമ്പോഴത്തേക്ക് ഈ അഹദിൻ്റെ അബ്സല്യൂട്ട് വണ്ണ് മാറി വേറെ അർത്ഥം വരും. നിങ്ങളിൽ ഒരുവൻ, അഹദും മിൻകും, മിൻഹും, നിങ്ങളിൽ ഒരുവൻ, അവരിൽ ഒരുവൻ, അഹദുഹുമ, 2 പേരിൽ ഒരാൾ. ഇങ്ങനെയുള്ള പല വാക്കുകളിലും ഇത് വരുമ്പോഴെല്ലാം ഇന്ന് അഹദിൻ്റെ കൂടെ ഓരോരോ വാക്കുകൾ ചേർന്ന് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടോട്ടൽ മീനിങ് മാറുന്നുണ്ടാകും. വെറും അഹദ് എന്നുള്ളത് ഇവിടെ മാത്രമല്ല, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് മാത്രമേ ഉള്ളൂ അഹദ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചേരുവകൾ, ഈ അഹദിൻ്റെ കൂടെ ചേരുന്ന ഒരു 4 ടൈപ്പിൽ നമുക്ക് ഖുർആനിൽ കാണാം. ഒന്ന് ഈ അർത്ഥം വരുന്നത്, പലരിൽ ഒരുവൻ എന്നുള്ള വരുന്നത്, അവരിൽ ഒരുവൻ,
നിങ്ങളിൽ ഒരുവൻ, രണ്ടുപേരിൽ ഒരാൾ എന്നുള്ള അർത്ഥം വരുന്നത്. അഹദുഹും, അഹദുക്കും, അഹദുമ ഇങ്ങനെയുള്ള ഈ വാക്കുകൾ വരുന്നത് ആയത്തുകളുടെ നമ്പർ പറയാം. ഇത് ഖുറാൻ്റെ 2:96, 2:136, 2:180, 2:166, 3:91, 4:18, 5:27, 5:106, 12:26, 12:41, 16:58, 16:76, 17:23, 18:19, 18:32, 23:99, 24:6, 43:17, 49:12, 3:10, 6:61, 15:65 ഇത്ര സ്ഥലത്തും പലരിൽ ഒരാൾ എന്ന് വരും. പക്ഷെ അതിൻ്റെ കൂടെ അഹദെന്ന് മാത്രമല്ല, അഹദും മിൻഹും, അഹദുക്കും, അഹദിമ, അഹദാനി ഇങ്ങനെയുള്ള വാക്കുകൾ ചേർത്ത് അതിൻ്റെ കൂടെ ചേർത്ത് വരുന്ന ഒരു ടൈപ്പുള്ള വചനങ്ങളാണ് ഇത്. ഇനി അടുത്ത ടൈപ്പ് വചനങ്ങളാകുമ്പോൾ ഈ അഹദും അഹദുഹും ഇങ്ങനെ വരാതെ അഹദും മിൻഹും അങ്ങനെ വരും. അഹദ് സെപ്പറേറ്റ്, മിൻഹും സെപ്പറേറ്റ് വരും. അവരിൽ നിന്നും ഒരാൾ. മിൻ എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നും എന്നുള്ള അർത്ഥം. നിന്നും എന്നുള്ള വാക്ക് വരും. നിന്നും. അഹദുൻ മിൻഹും, അതിൽ നിന്നും. മിൻ എന്നുള്ള അതിൽ നിന്നുള്ള അർത്ഥം. അപ്പം അവരിൽ നിന്നും എന്നുള്ള അർത്ഥത്തിൽ ഇത് മുമ്പ് കണ്ടത് പലരിൽ ഒരാൾ, കൂട്ടത്തിൽ നിന്നും ഒരാൾ എന്നുള്ളതിന് അഹദുഹും, അഹദുക്കും, അഹദും മിൻഹും, അഹദുമ എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ മിൻഹും സെപ്പറേറ്റ് ആയിട്ട് വരും. അഹദും മിൻഹും സെപ്പറേറ്റ് ആയിട്ട് വരും. ഇതിൽ അവരിൽ നിന്നും ഒരാൾ. ഇപ്പം ബൈന അഹദിൻ മിൻ റസൂലിഹി എന്ന് പറഞ്ഞാൽ റസൂലിന്മാരിൽ നിന്നും ഞങ്ങൾ ആരെയും വേർതിരിക്കുന്നില്ല എന്നുള്ള അർത്ഥം. 2:125, അതുപോലെ 2:136 ബൈന അഹദിൻ മിൻഹും, അതുപോലെ അഹദും മിനൽ മുശ്രിക്കീൻ, മിൻഹും അഹദിഹിൻ, മിനൽ ആലമീൻ, മിനൽ മുശ്രിക്കീൻ ഒക്കെ വരുന്നില്ല. ഇങ്ങനെയുള്ള അർത്ഥം മിനൽ എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നും ഒരാൾ എന്നുള്ള അർത്ഥം വരും. അപ്പോൾ അതിൻ്റെ കൂടെ അഹദിൻ്റെ കൂടെ മിൻ എന്നുള്ള ചേർത്ത് വരും. മിൻഹും എന്നും കൂടെ ചേർത്ത് വരും. മിൻ റസുലിഹി എന്നുള്ള അർത്ഥം ഞാൻ പറഞ്ഞില്ല. അതേപോലെ മിൻ ചേർത്ത് വരുമ്പോഴത്തേക്ക് അവരിൽ നിന്നും ഒരാളെന്ന് വരും. വെറും അഹദ് മാത്രമല്ല. വെറും അഹദ് എവിടെ മാത്രമേ ഉള്ളൂ? ഉൽഹു അള്ളാഹു അഹദ് എന്ന് പറയുന്നിടത്ത് മാത്രമേ അഹദ് ഉള്ളൂ. ഇവിടെ അഹദിൻ്റെ കൂടെ മിൻഹും എന്നുള്ള കൂടെ ചേർത്ത് വരും. അങ്ങനെ വരുന്ന ടൈപ്പ്. ഇത് രണ്ടാമത്തെ കാറ്റഗറി. 3:84, 4:43, 4:152, 5:6, 5:20, 5:115, 7:80, 9:6, 9:84, 11:81, 15:65, 18:22, 18:47, 19:26, 19:98, 29:28, 33:40, 69:47, 24:21, 33:32, 59:11. ഇവിടെ ഫീക്കും എന്ന് വരും. മിൻഹും എന്ന് വരും, ഫീക്കും എന്ന് വരും. അത് ഈ കാറ്റഗറി തന്നെ ചേർക്കാം. ഇങ്ങനെയുള്ള ഈ മിൻഹും, അഹദും മിൻഹും എന്നുള്ള ആ കാറ്റഗറിയിലെ വചനങ്ങൾ ഇത്രയും വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അഹദിൻ്റെ കൂടെ മറ്റൊരു വാക്ക് ചേരുമ്പോഴത്തേക്ക് പലരിൽ, അവരിൽ നിന്നും എന്നുള്ള അർത്ഥം മാറും. വെറും അഹദ് വരുമ്പോഴത്തേക്ക് ആബ്സല്യൂട്ട് എന്നുള്ള അർത്ഥം മാത്രമേ അവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ അതിൻ്റെ കൂടെ ചേരുമ്പോഴത്തേക്ക് അതിൻ്റെ മീനിങ് വേറൊന്നായിട്ട് മാറും. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഓപ്പോസിറ്റായിട്ട് യൂസ് ചെയ്യും. ആർക്കും നാം പഠിപ്പിച്ചു കൊടുത്തില്ല, അങ്ങനെ പറയും. പഠിപ്പിച്ചു കൊടുത്തില്ല ഇല്ല എന്നുള്ള പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് പഠിപ്പിച്ചു കൊടുത്തില്ല. അങ്ങനെ അർത്ഥം വരുന്നിടത്തും അഹദ് വരും. ആർക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അപ്പം ഓപ്പോസിറ്റായിട്ട് നെഗറ്റീവ് മീനിങ് വരുമ്പോൾ അഹദ് ചേർക്കാം. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജാ അഹദുൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ജാഹദ് എന്ന് പറയുന്നത് മാ ജാഹദ് എന്ന് പറയാം. ജാ എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നു എന്ന് പറഞ്ഞാൽ ജാ എന്ന് പറയും. ഒരാൾ വന്നു എന്ന് പറയുന്നതിന് അഹദ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ജാ അഹദ് എന്ന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അഹദുൻ. ഒരാൾ വന്നില്ല എന്നുള്ളതിന് അഹദ് യൂസ് ചെയ്യാം. മാ ജാഹദുൻ, ആരും വന്നില്ല എന്ന് വരും. ഒരാൾ വന്നില്ല എന്നതിൻ്റെ അർത്ഥം മാ ജാഹദ് എന്ന് പറഞ്ഞാൽ ആരും വന്നില്ല എന്ന് വരും. അങ്ങനെ സ്ഥലത്ത് അഹദ് യൂസ് ചെയ്യാം. ഡയറക്റ്റ് മീനിങ്ങിൽ പോസിറ്റീവായിട്ട് അഹദ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ജാ അഹദ് എന്ന് പറയത്തില്ല.
മാജാഹദ് എന്ന് പറയാം ഓപ്പോസിറ്റായിട്ട്, ആരും വന്നില്ല, അവിടെയും ഒരാളും ഇല്ല എന്നുള്ളതിൻ്റെ അർത്ഥമാണത്. മാജാഹുദൻ, ആരും വന്നില്ല എന്നുള്ളത്. ഒരാൾ വന്നു എന്നുള്ളതിന് ജാഹദ് എന്ന് പറയത്തില്ല, അത് പറയാൻ പാടില്ല. ഒരാൾ വന്നു വാഹിദ് വെച്ച് ചേർത്ത് പറയാം, പക്ഷെ അഹദ് വെച്ച് പറയാൻ പറ്റത്തില്ല. ഓപ്പോസിറ്റ് ആണെങ്കിൽ പറയാം മാജാഹുദൻ, ആരും വന്നില്ല. അങ്ങനെ ഖുർആനിൽ കുറേ അടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്പേഴ്സ് 2-ന്റെ 102, 2-ന്റെ 185, 3-ന്റെ 153, 9-ന്റെ 4, 18-ന്റെ 26, 18-ന്റെ 38, 18-ന്റെ 42, 18-ന്റെ 49, 18-ന്റെ 110, 24-ന്റെ 28, 3-ന്റെ 73, 33-ന്റെ 39, 35-ന്റെ 41, 38-ന്റെ 35, 72-ന്റെ 2, 72-ന്റെ 7, 72-ന്റെ 18, 72-ന്റെ 20, 72-ന്റെ 22, 72-ന്റെ 25, 89-ന്റെ 26, 90-ന്റെ 5, 90-ന്റെ 7, 92-ന്റെ 19, 112-ന്റെ 4. ഈ ഖുൽ ഹുവല്ലാഹു അഹദ് ആ സൂറത്തിൽ തന്നെ ലാസ്റ്റ് വരുന്നത് ഓപ്പോസിറ്റിലായിരിക്കും. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ആരുമില്ല. അവിടെ അഹദ് എന്നാണ്, അവനെ പോലെ ആരുമില്ല. ഫസ്റ്റിൽ ഖുൽ ഹുവല്ലാഹു അഹദ് വരും, ലാസ്റ്റ് ലൈനിൽ അവനെ പോലെ ആരുമില്ല നെഗറ്റീവിൽ വരുന്നുണ്ട്. അത് ആ അർത്ഥത്തിൽ വരുന്ന, അതും ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. അവനെ പോലെ ആരുമില്ല എന്നിടത്ത് അഹദ് വരും. അപ്പം ഇതാണ് ഈ 3 ടൈപ്പ് ഖുർആനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അഹദ് എന്നൂടെ ഒറ്റയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെ മാത്രം കുറിക്കുന്ന അബ്സല്യൂട്ട് വൺ എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ കൂടെ അഹദും മിൻഹും, അഹദുമാ, അല്ലെങ്കിൽ മാജാഹുദൻ ഇങ്ങനെ വരുന്ന ഓപ്പോസിറ്റിൽ വന്നു കഴിഞ്ഞാൽ അഹദിൻ്റെ അർത്ഥം മാറി പലരിൽ ഒരുവൻ എന്നുള്ള അർത്ഥം വരും. അത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അള്ളാഹു അഹദ് എന്ന് പറയുന്നതിന് അള്ളാഹ് അഹദ് എന്ന് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട്. ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചു കഴിഞ്ഞാലും അഹദിൻ്റെ അർത്ഥം മാറും. അപ്പം ഹൽ റായ്ക്കും മിൻ അഹദിൻ, ആരെങ്കിലും നിങ്ങളെ കാണുന്നുണ്ടോ, ക്വസ്റ്റ്യൻ. അങ്ങനെ ചോദിക്കുമ്പോഴും എൻ്റെ അർത്ഥം ആരെങ്കിലും ഒന്നെന്നുള്ളതല്ല, പലരിൽ ഒന്നെന്നുള്ള അർത്ഥം വരും. വേറെ ആരെങ്കിലും നിങ്ങളെ കാണുന്നുണ്ടോ, ആ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് 9-ന്റെ 127 ആ ടൈപ്പിൽ. ഈ 4 കാറ്റഗറിയിലാണ് ഖുർആനിൽ അഹദിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത്. ഒന്ന് പലരിൽ ഒരുവൻ എന്നുള്ളതിന് കൂടെ ചേർക്കും, കൂടെ അഹദുമ, അഹദുക്കും എന്ന് വരും. രണ്ടാമത്തെ കാറ്റഗറി മിൻഹും ചേർത്ത് വരും അഹദിൻ്റെ കൂടെ, അവരിൽ നിന്നും ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോഴും അബ്സല്യൂട്ട് വൺ എന്നുള്ള അർത്ഥം അവിടെ ഇല്ല, അഹദ് എന്ന് മാത്രമല്ല അഹദിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നു. മൂന്നാമത്തെ കാറ്റഗറി ഓപ്പോസിറ്റ് അർത്ഥത്തിൽ, നെഗറ്റീവ് അർത്ഥത്തിൽ യൂസ് ചെയ്യുമ്പോൾ അഹദിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോഴും അഹദിൻ്റെ ആ മീനിങ് അല്ല, ആരും വന്നില്ല, ആരും കഴിച്ചില്ല എന്നുള്ള അർത്ഥം വരും. അതനുസരിച്ച് ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള 72-22 അത് കാണാം. 35-41 ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ ഈ അഹദ് എന്നുള്ളത് ഓപ്പോസിറ്റ് അർത്ഥത്തിൽ. പിന്നെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ള ആ അർത്ഥത്തിൽ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് 9-27. ഇങ്ങനെ 73 സ്ഥലത്താണ് അഹദിൻ്റെ കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം പലരിൽ ഒരുവനെന്നും അവരിൽ നിന്നും ഒരാളെന്നും അവൻ ആരും വന്നില്ല എന്നുള്ള അർത്ഥങ്ങൾ വരും. പക്ഷെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത് അഹദ് മാത്രമാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അബ്സല്യൂട്ട് വൺ എന്ന് മാത്രമാണ്. അത് അള്ളാഹുവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അത് വേറെ ഇപ്പോൾ ഇസ്മായിൽ അഹദ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇന്ന് വരെയും പറയാൻ പറ്റത്തില്ല. ഇബ്രാഹിം അഹദ് എന്ന് പറയാൻ പറ്റില്ല. വാഹിദ് ഇസ്മായിൽ എന്ന് പറയാം, ഇസ്മായിൽ ഒരാൾ എന്ന് പറയാം. അതുകൊണ്ട് പക്ഷേ അഹദ് യൂസ് ചെയ്യാത്ത എന്താ? നിങ്ങൾ അറബി എടുത്ത് ചോദിച്ചു നോക്കുക, അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആരൊരുവനാണോ ഇതുപോലെ വേറൊന്നും ഇല്ലാത്തത് അതിന് യൂസ് ചെയ്താണ് അഹദ്. അപ്പോൾ അഹദ് മാത്രം യൂസ് കഴിഞ്ഞാൽ അത് സൃഷ്ടാവായ ദൈവത്തെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഖുർആൻ കറക്റ്റായിട്ടാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞത്. അത് അറബികൾക്ക് മനസ്സിലായി, പ്രവാചകനെ എതിർത്ത ബഹുദ വിശ്വാസികൾക്ക് മനസ്സിലായി പ്രവാചകൻ എന്താ പറയുന്നത് എന്നുള്ളത്. അത് പലരും ഒരുവനല്ല, ഏകദൈവം ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് അന്ന് വരുന്നുള്ള എല്ലാ അറബി സംസാരിക്കുന്ന ആൾക്കാർക്കും അറിയാം. അത് അങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ആൾക്കാർ വന്നിട്ട് നിങ്ങളൊരു പുതിയ വ്യാഖ്യാനം ഇല്ലാത്ത അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.